ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ദ കിങ് ലെയർ എന്ന് പറയുന്ന പ്ലേയിൽ ദ ഫൂൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കാണുന്നുണ്ട്. എന്താണ് ഈ ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ്? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അദ്ദേഹം നമ്മുടെ കിങ് ലെയറിൻ്റെ ഒരു അഡ്വൈസറാണ്. ആൻഡ് ഹീസ് ആൻ ലോയൽ കമ്പാനിയൻ ടു കിങ് ലെയർ. പിന്നെ അതുപോലെ തന്നെ ഫൂളിനെ നമുക്ക് വേണമെങ്കിൽ ദ വോയിസ് ഓഫ് ജസ്റ്റിസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഈ ഒരു സ്റ്റോറിയിൽ എല്ലാവരും കിങ് ലെയറിനെ പ്ലീസ് ചെയ്തുകൊണ്ട് സംസാരിച്ചിരുന്നൊരു സമയത്ത് പോലും ജസ്റ്റിസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഓണസ്റ്റായിട്ട് സത്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു വോയിസ് എന്ന് പറയുന്നത് ദ ഫൂളിൻ്റെ തന്നെയാണ്. അത് നമ്മൾ ആക്ട് 3 വരെ കണ്ടിന്യൂസ് ആയിട്ട് ഫൂളിൻ്റെ ഡയലോഗ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാത്തിനോടും കിങ് ലെയറിനെ ഭയക്കാണ്ട് പ്രതികരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഫൂൾ എന്ന് പറയുന്നത്. സോ അത് തന്നെയാണ് ആ ക്യാരക്ടറിൻ്റെ സിഗ്നിഫിക്കൻസും. നീതിയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന ഒരു വോയിസ് ആയിരുന്നു ഫൂളിൻ്റേത്. പക്ഷേ ആക്ട് 3 ആ മോക്ക് ട്രയലിൻ്റെ സീനിന് ശേഷം പിന്നെ നമ്മൾ ഫൂളിനെ കാണുന്നില്ല. അതിന് പല രീതിയിൽ ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്. ലൈക്ക് ആ മോക്ക് ട്രയലിൽ ഫൂളിനെ എന്താ പറയുക തൂക്കിക്കൊന്നു എന്നൊക്കെ പറഞ്ഞ് ഇൻ്റർപ്രിട്ടേഷൻസ് ഞാൻ വായിച്ചു. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് കണക്റ്റായ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഇതാണ്. അതായത് ഫൂൾ എന്ന് പറയുന്നത് ഒരു വോയിസ് ഫോർ ജസ്റ്റിസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സീനിന് നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഡായിട്ടുള്ള കിങ് ലെയർ ജസ്റ്റിസിന് വേണ്ടി ഒരു ട്രയൽ നടത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അത്രയും നാൾ പവർ കൊണ്ടിട്ടാണോ എന്തുകൊണ്ടിട്ടാണെന്ന് അറിയില്ല, പക്ഷേ കിങ് ലെയർ വാസ് ബ്ലൈൻഡ്. കിങ് ലെയർ എന്താ പറയുക, സത്യമായിട്ടുള്ള തൻ്റെ മക്കളുടെ സ്വഭാവം കാണുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം വളരെ അൺജസ്റ്റ് ആയിട്ടായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്. അത് കെൻഡിനോടാണെങ്കിലും കൊഡീലയോടാണെങ്കിലും വളരെ നീതികരമല്ലാത്ത പ്രവൃത്തിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് മോക്ക് ട്രയലിന് ശേഷം നമ്മൾ കാണുന്നത് മാഡായിട്ടുള്ള കിങ് ലെയറിന് കുറച്ചുകൂടി ക്ലാരിറ്റി വരികയാണ്. അദ്ദേഹം എന്താണ് ന്യായം എന്നൊക്കെ ഒന്ന് തിരിച്ചറിയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സോ ഫൂൾ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിൻ്റെ ആവശ്യം പിന്നീട് അവിടെ വരുന്നില്ല. കിങ് ലെയർ ഹിംസെൽഫ് ഈസ് ആസ്കിങ് ഫോർ ജസ്റ്റിസ്. സോ അതുകൊണ്ടിട്ടാണ് ആ ക്യാരക്ടറിനെ പിന്നെ അവിടെ മെൻഷൻ ചെയ്ത് കാണാത്തത് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് കൂടാണ്ട് പല രീതിയിലും ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. സോ ഇത് ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു.